നാലാം ദിനം. വിശുദ്ധ യൗസേപ്പെ, അനുസരണത്തിന്റെ ഉത്തമ മാതൃകയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവകൽപ്പനകൾ എപ്പോഴും ശിരസ വഹിച്ച അങ്ങേക്ക് ദൈവഹിതം തിരിച്ചറിയാൻ പ്രത്യേക കൃപയുണ്ടായിരുന്നല്ലോ. ഉറക്കത്തിൽ പോലും ദൈവസ്വരം ശ്രവിക്കുകയും തൽക്ഷണം അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത അങ്ങയുടെ വിശ്വസ്തത അത്ഭുതാവഹമാണ്. പ്രതിസന്ധികളിലും ഭയത്തിലും തളരാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ ദിവസവും ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളിൽ അങ്ങയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ ധൈര്യം നൽകണമേ. നൊവേനയുടെ ഈ ദിനത്തിൽ പ്രത്യേകമായി നമ്മളുടെ ആവശ്യമോട് പറയാം. എന്റെ ഈ നിയോഗം അങ്ങയുടെ പക്കൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് ഈ യാചന കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ സംരക്ഷകനായ അങ്ങയുടെ തണലിൽ ഞങ്ങൾ എന്നും സുരക്ഷിതരാണ്. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ദൈവമഹത്വത്തിനായി മാറ്റുവാൻ സഹായിക്കണമേ. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും കരുണയുള്ള വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ പക്കൽ ഓടി വന്ന് സഹായം തേടിയവരിൽ ഒരാളെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് അങ്ങ് ഓർക്കണമേ. ഈ ഉറച്ച വിശ്വാസത്തോടെ അങ്ങയുടെ പക്കൽ അണയുന്ന പാപിയായ എന്നെ കൈവിടരുതേ. രക്ഷകന്റെ വളർത്തു പിതാവും കന്യകാമറിയത്തിന്റെ ഭർത്താവുമായ അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നു. എന്റെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും എന്നും നിർമ്മലമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കരുതൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മരണസമയത്ത് ഞങ്ങളുടെ ചാരെ വന്ന് സ്വർഗീയ ഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഓരോ അപേക്ഷകളും അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ സ്വീകരിക്കണമേ. രക്ഷകന്റെ വളർത്തു പിതാവേ, എന്റെ യാചനകൾ കേട്ടരുളുകയും ദയാപൂർവം ഉത്തരം നൽകുകയും ചെയ്യണമേ. ദൈവപുത്രന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ അങ്ങ് ഞങ്ങളെയും സ്വർഗപിതാവിന്റെ പ്രിയപ്പെട്ടവരാക്കണമേ. എന്നും എന്നേക്കും അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.